ഇല്ലാതിരുന്നു. ആ സമയത്ത് പഴയ നിയമ കാലത്തിൽ പരിശുദ്ധ ആവിയാനവർ എന്നപ്പെടുതാർ எப்போதும் இந்த நமக்கு மேல இல்ல. எப்பொழுதும் ஆண்டவர் பரிசுத்த தேவனுடைய ஆவியானவர் சில தீர்க்க தரிசிகள் மேல என்ன பண்ணுவாங்க, இறங்கி அங்க உள்ள இஸ்ரேல் ஜனங்களுக்கும் அங்க உள்ள மக்களுக்கும் என்ன பண்ணுவாங்க, ஆலோசனை சொல்லும் பொழுது மாத்திரம் தேவனுடைய ஆவியார் அவங்க மேல இறங்கி வரார். பாக்கி சமயத்தில் இருக்க மாட்டார். அதனாலதான் என்ன பண்ணாரு, இங்க தாவீது விழுந்து போயிட்டாரு. விழுந்து போனது காரணம் ദൈവത്തിന്റെ ആത്മാവ് ദാവീദിന് മുകളിൽ ഉണ്ടായിരുന്നു അല്ലേ. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്യുവാ, നമ്മൾ എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരാണ് അല്ലേ. പരിശുദ്ധാത്മാവിന് സ്പർശനമുള്ളവരാണ്. അതിന് അളവ് ഓരോരുത്തർക്കും എങ്ങനെയായിരിക്കും, വിവിധ അളവിലായിരിക്കും. ചിലർക്ക് എങ്ങനെയായിരിക്കും, ഈ പാദത്തിലായിരിക്കും അല്ലേ. ചിലർക്ക് ഈ കണുക്കാളകൾ എന്താ പറയുന്നത്, ഇതിനെ കണുക്കാളമാണ്. കണക്കാൾ തമിഴിലെ കണുക്കാളാണ് ഈ കണക്കാൾ. ഈ ചിലർക്ക് കണക്കാളായിരിക്കും, ചിലർക്ക് അതിന് താളയായിരിക്കും, ചുമ്മാ ഈ ടച്ച് ചെയ്യുന്നത് പോലെ ഉണ്ടായിരിക്കും. ചിലർക്ക് അതിന് പോലെ മുട്ടോളം ഉള്ളവരുണ്ട്, അരയോളം ഉള്ളവരുണ്ട്. അപ്പൊ ഇങ്ങനെ വിവിധ അളവിൽ ഇരിക്കുമ്പോൾ ഈ ദാവീദ് പ്രാർത്ഥിക്കുന്നത് പോലെ എന്റെ ജീവിതം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുവാണ്, വളരെ പരിതാപകരമായ ജീവിതമാണ്. വളരെ പരിതാപകരമായ ജീവിതമാണ് എന്ന് വെച്ചാൽ എന്തുമില്ല. പരിശുദ്ധാത്മാവിന്റെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് എന്ത് ചെയ്യത്തില്ല, ഇങ്ങനെ പോകുമോ? അങ്ങനെ പോകത്തില്ല ഇല്ലേ. പ്രൈസ് ലോർഡ്. അപ്പോ ഇവിടെ നമ്മൾ വായിച്ച് കേട്ടതുപോലെ അപ്പൊ സ്ഥിരമായ ഒരു ആത്മാവ് പ്രൈസ് ലോർഡ് നമുക്ക് വേണം വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമുക്ക് പരിശുദ്ധ ആത്മാവിനാൽ അഭിഷേകം വരുന്നത്. പരിശുദ്ധ ആത്മാവിനാൽ നമ്മൾ നിറയപ്പെട്ടെങ്കിൽ മാത്രമേ പ്രൈസ് അതിനാൽ എന്തുവാണ് സ്വന്തം അതിന്റെ നിറവ് പറയുന്നില്ലേ, അതിന്റെ നിറവിലായി തീരണം. The fullness of Holy Spirit, the fullness of Holy Spirit. പ്രൈസ് എല്ലാവർക്കും ഉണ്ട്. ഇവിടെ പരിശുദ്ധാത്മാവ് ടച്ച് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആലയത്തിലേക്ക് കടന്നു വരുന്നു ഇല്ലേ. നമ്മൾ വചനം കേട്ടു, വചനത്തിന് സമർപ്പിച്ചു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു സ്പർശനം എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട്. എന്നാൽ പ്രൈസ് അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വിശുദ്ധ ജീവിതം നമുക്ക് അയക്കാൻ പറ്റത്തില്ല. അതാണ് ഒരു സ്ഥിരമായ ഒരു എന്തില്ല ആത്മാവില്ലാതെ അനുഭവം നമ്മൾ അനുഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് സ്വന്തം? അതുകൊണ്ടാണ് വെള്ളിയാഴ്ച മാത്രം ഉച്ചത്തിലായിരിക്കും, പീക്കിലായിരിക്കും വെള്ളിയാഴ്ച. പ്രൈസ് ദി ലോർഡ്. സ്വന്തം ദൈവത്തിന് വെള്ളിയാഴ്ച മാത്രം നല്ല ഉച്ചത്തിൽ നിന്ന് കയ്യും കൊട്ടി ഹല്ലേലൂയ പറഞ്ഞ് രണ്ട് സ്വോത്രം പറഞ്ഞ് പോയാ മതിയോ? അതല്ല ദൈവത്തിന് ആവശ്യം അല്ലേ. പ്രൈസ് ദി ലോർഡ്. മേ ബി നമ്മൾ എന്ത് ചെയ്യും ഈ ദിവസങ്ങളെ, ബാക്കിയുള്ള 6 ദിവസങ്ങൾ എങ്ങനെയായിരിക്കും. That's more important. Right? How I live in the Friday or ஊருக்கு போனோம்னா ஞாயிற்றுக்கிழமை இல்ல ஜான்சன், ஞாயிற்றுக்கிழமை நான் எப்படி வாழ்கிறேன்றதோட அதிக முக்கியத்துவம் என்னது, பாக்கி உள்ள 6 நாள் திங்கட்கிழமையில இருந்து சனிக்கிழமை வரைக்கும் நான் வீட்டுல எப்படி இருக்கிறேன், என்னுடைய குடும்பத்தோட நான் எப்படி பழகுறேன், என் வேலை ஸ்தலங்கள்ல நான் எப்படி இருக்கிறேன், என்னுடைய மொபைல்ல நான் என்னென்ன பாக்குறேன். That's more important. Praise the Lord. அதுதான் எனக்கு என்ன தெரியும், பரிசுத்த ஆவியினால் நான் நிறையப்பட்டிருக்கேனா இல்லையான்னு நான் புரிந்து கொள்ளுகிறது எப்படி, அதுலதான் தெரிய வரும் இல்ல. பிரைஸ் വെള്ളിയാഴ്ച എല്ലാവരും ഭയങ്കര വലിയ ആത്മീയനാണ്. ഇവിടെ ആരെങ്കിലും ആത്മീയൻ അല്ലാത്തവരെങ്കിൽ ഞാൻ പറയാൻ പറ്റും ആരെങ്കിലും ഒരാൾ എത്ര നന്നായിട്ട് സൗന്ദര്യോടെ കാണുമ്പോ തന്നെ ഭയങ്കര ദൈവത്തിന്റെ തേജസ്സോടെ ഇരിക്കുക, വെള്ളയും കറുത്ത പാൻറ്റും ഇട്ട് ഇല്ല രൂപണ്ടത്. പക്ഷേ ദൈവം നോക്കുന്നത് വെള്ളിയാഴ്ച നമ്മൾ എങ്ങനെ ഉണ്ട് നല്ല നോക്കുന്നത്. 7 ആഴ്ചയിലെ 7 ദിവസം അല്ലെ, 24/7 അതാണ് ദൈവത്തിന് ഇമ്പോർട്ടന്റ്. ഈ പൗലോസിന് അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞു, പൗലോസ് പറയുന്നത് പോലെ അല്ലെ നമുക്ക് സ്വതന്ത്രം ഈ ദിവസങ്ങളെ പറയുവാൻ കഴിയും. ഫിലിപ്പിയൻസ് വായിച്ചേ, ഫിലിപ്പിയൻസ് 3:6. பக்தி வைராக்கியத்தின்படி சபையை துன்பப்படுத்தினவன், நியாய பிரமாணத்திற்குரிய நீதியின்படி குற்றம் சாட்டப்படாதவன். திருப்பி வாசிக்க.
பக்தி வைராக்கியத்தின்படி ஆ, சபையை துன்பப்படுத்தினவன் பக்தி சிவ துன்பப்படுத்தினவன் நியாய பிரமாணத்திற்குரிய ஆ. நீதியின்படி குற்றம் சாட்டப்படாதவன் நியாய பிரமாணத்தின் நீதியின்படி நியாய பிரமாணத்திற்குரிய நீதியின்படி குற்றம் குற்றம் சாட்டப்படாதவர். அது മാത്രം മലയാളത്തിൽ വായിച്ചേ. ദുഷ്കർമ്മത്തെ സംബന്ധിച്ച് ആ. സഭയെ ഉപദ്രവിച്ചവൻ ആ. ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് ന്യായ പ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ ആ? അനന്യൻ അനന്യൻ അല്ലേ? പ്രൈസ് ദി ലോർഡ്. ബ്ലെയിംലെസ് ആണ്. ഇംഗ്ലീഷ് അങ്ങനെ ഇരിക്കുന്നത്. വാട്ട്സ് റിട്ടൻ? ബ്ലെയിംലെസ്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ വേറെ ഒരിടത്തും പൗലോസ് പറയുന്നു, അപ്പോസ്തല പ്രവൃത്തി ആക്ട്സ് 23:1. പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി, സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളം കേവലം നല്ല മനസ്സാക്ഷിയോടുകൂടെ ദൈവത്തിന്റെ മുമ്പാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് മുൻപാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ? നല്ല മനസ്സാക്ഷിയോടെ അല്ലേ? ഞാൻ നല്ല മനസ്സാക്ഷിയോടെ ആർക്ക് മുൻപായാണ്? ദൈവത്തിന് മുൻപായി நடந்து வந்தேன். praise the Lord. நடந்து வந்தேன் என்று சொன்னார். praise the Lord. அப்போ ദൈവത്തിന് മുൻപിൽ കുറ്റമില്ലാത്ത മനസാക്ഷിയോടെ നല്ല മനസാക്ഷിയോടെ എന്ത് ചെയ്യുവാണ് ഇവൻ? സ്വതന്ത്ര പൗലോസ് ഇവിടെ ജീവിതത്തിൽ ഞാൻ ജീവിച്ചു എന്ത് ചെയ്യുവാണ്? പ്രൈസ് ദി ലോർഡ്. അവിടെ സാക്ഷീകരിക്കുവാണ്. നമ്മൾ ആദ്യം വായിച്ചു കേട്ടതുപോലെ. അപ്പൊ ഇവിടെ ന്യായ പ്രമാണത്തിൽക്കുரிய നീതിയിൻപടി കുറ്റം സാട്ടപ്പെടാതെ വളർത്താതിരിക്കുന്നത് ഫിലിപ്പീൻസ് 3:6 ഇപ്പൊ വായിച്ചത്. ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ അല്ലേ? ന്യായപ്രമാണത്തെ നീതി സംബന്ധിച്ച് എന്ന് വെച്ചാൽ അപ്പോൾ ന്യായപ്രമാണത്തില് എന്ന് പറയുമ്പോൾ എന്തുവാണ്? 10 കൽപ്പനകളാണ് പ്രധാനപ്പെട്ടത് അല്ലേ? അപ്പോ അതിനകത്ത് 10 കൽപ്പനയും ഈ പൗലോസ് പ്രമാണിച്ചോ? ഇവിടെ പറഞ്ഞത് അങ്ങനെയാണ് അല്ലേ? ന്യായപ്രമാണത്തിന് നീതി സംബന്ധിച്ച് എന്ത് ചെയ്യുവാണ്? ഞാൻ അണിഞ്ഞ് എന്നാൽ ഇത് അതിന് പിന്നെ ഈ പറഞ്ഞതാണ്. എന്നാൽ നമ്മൾ റോമനിലെ വായിക്കുമ്പോൾ റോമൻസ് 7-ാം അധ്യായം 7-8 ആകയാൽ നാം എന്തു പറയേണ്ടു? ന്യായപ്രമാണം പാപമെന്നോ? ഒരു നാളും അരുതെങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. 7-8 പാപമോ അവസാനം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാകുന്നു. കണ്ടോ? അപ്പൊ ഇവിടെ വന്നപ്പോൾ എന്ത് ചെയ്യുവാണ്? അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഈ ന്യായപ്രമാണം 10 കൽപ്പനയില് പ്രൈസ് ദി ലോർഡ് 10ാമത് കൽപ്പന എന്തായിരുന്നു? വാട്ട്സ് ദ 10th commandment? എക്സോഡസ് എടുത്ത്. എക്സോഡസ് 20:17. എക്സോഡസ് 20:17. കൂട്ടുകാരന്റെ ഭവനത്തെ മോഹിക്കരുത്. കൂട്ടുകാരന്റെ ഭാര്യയെയും അവന്റെ ദാസനെയും ദാസിയെയും അവന്റെ കാളയെയും കഴുതയെയും കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത്. എന്തുവാണ്? മോഹിക്കരുത് അല്ലേ? സ്വതന്ത്രം മോഹിക്കരുത്. അതാണ് സംഗീതത്തിൽ നമ്മൾ കേട്ടു അല്ലേ? സങ്കീർത്തനത്തിൽ ദാവീദ് വീണുപോയ കാരണം എന്തുവായിരുന്നു? മോഹിച്ചത് കൊണ്ടാണ് അല്ലേ? മോഹിച്ചത് കൊണ്ടാ. ആ മോഹം എന്തുകൊണ്ടാ വന്നത്? സംഗീതത്തിൽ കേട്ടതുപോലെ ദൈവത്തിന് ഭയമില്ലാത്തത് കൊണ്ട് അല്ലേ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഭയം ഉണ്ടായിട്ടില്ല. മനസ്സിനകത്ത് നിഗളഭാവം ഇല്ലേ? ഇതെല്ലാം ഇങ്ങനെ ഒരു ചെയിൻ റിയാക്ഷൻ പോലെയാണ്. ഇതെല്ലാം ഇങ്ങനെ ചെയിൻ റിയാക്ഷൻ പോലെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പോ ഇവിടെ ഈ പൗലോസ് പറയുകയാണ്, ഞാൻ 9 കൽപ്പനയെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ അനുസരിച്ചു. 9 ന്യായപ്രമാണത്തെ ഞാൻ അനുസരിച്ചു. എന്നാൽ 10ാമത് എന്ത് ചെയ്യാൻ പറ്റില്ല? എനിക്ക് അനുസരിക്കാൻ പറ്റിയില്ല. അതാണ് ഇവിടെ നമ്മൾ റോമൻസ് വായിച്ച് കേട്ടത് കൂടെ വായിച്ച വീണ്ടും 7-ാം വാക്യം. കൂട്ടുകാരന്റെ ഭവനത്തെ മോഹിക്കരുത്. ഇല്ല ഈ റോമൻസ് വായിച്ചേ. റോമൻസ് 7 ஆகையால் என்ன சொல்லுவோம்? நியாய பிரமாணம் பாவமோ? அல்லவே பாவம் இன்னதென்று நியாய பிரமாணத்தினால் நான் அறிந்தேனே அன்றி மற்றபடி அறியவில்லை. இச்சையாதிருப்பாயாக என்று நியாய பிரமாணம் சொல்லாதிருந்தால் இச்சை பாவம்
இச்சை பாவம் என்று நான் அறியாமல் இருப்பேனே. ஆ, பாவமானது ஆ, கற்பனையினாலே சமயம் பெற்று ஆ, சகலவித இச்சைகளையும் என்னில் நடப்பித்தது. ஆ. நியாயப்பிரமாணம் இல்லாவிட்டால் பாவம் செத்ததாயிருக்குமே. പ്രൈസ് അപ്പോ ഇവിടെ പറയുകയാണ് എന്തുവാണ് സ്വന്തം അപ്പോ ഈ അവസാന ഈ ന്യായപ്രമാണം അല്ലേ ആ മലയാളത്തിൽ അത് മാത്രം ലാസ്റ്റ് പോർഷൻ മാത്രം വായിച്ചേ ഏഴാമത്തിന്റെ ലാസ്റ്റ് പോർഷൻ കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും മോഹിക്കരുതെന്ന് പറഞ്ഞുള്ള എനിക്ക് ന്യായപ്രമാണത്തിലല്ലാതെ ഞാൻ ആ. പാപത്തെ അറിഞ്ഞില്ല. അറിഞ്ഞില്ല. മോഹിക്കരുത് മോഹിക്കരുത് എന്ന എന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ആ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. അറിയുകയില്ലായിരുന്നു അല്ലെ പ്രൈസ് ലോർഡ് അപ്പോ ഈ സ്തോത്രം അടുത്ത് പാപമോ അവസരം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ ആ എന്നിൽ സകലവിധ മോഹത്തെയും ഉം. ജനിപ്പിച്ചു. ആ ന്യായപ്രമാണം കൂടാതെ മതി എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു അല്ലേ പ്രൈസ് അപ്പോ ഈ ഇവിടെ പറയുകയാണ് പൗലോസ് എന്തുവാണ് എനിക്ക് 9 കൽപ്പന എനിക്ക് അനുസരിക്കാൻ പറ്റി എന്നാൽ 10ാമത് എനിക്ക് അനുസരിക്കാൻ പറ്റിയില്ല 10ാമത് എനിക്ക് അനുസരിക്കാൻ പറ്റിയില്ല സ്വന്തം അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കാം അപ്പൊ ഈ മോഹമില്ല ഹൃദയത്തിൽ മറ്റവർക്ക് അറിയാതെ വണ്ണം നമ്മുടെ ഹൃദയത്തിനകത്ത് ചെയ്യുന്ന എല്ലാ മോഹങ്ങളിലും നമ്മൾ വായിച്ചു കേട്ടു അല്ലേ പ്രൈസിൽ അടുത്തവരുടെ കാര്യം എന്ത് ചെയ്തു സ്വന്തം നീ മറ്റവരുടെ സ്വന്തം നീ അവരുടെ ഈ കാര്യം അവരുടെ ഈ സാധനങ്ങളോ ഇല്ലെങ്കിൽ അവരുടെ ഏത് വിഷയം ആയിക്കോട്ടെ ഇല്ലേ അവർ എന്ത് ചെയ്യരുത് സ്വന്തം നമുക്കല്ലാതെ വേറെ ഒരു കാര്യത്തിനും എന്ത് ചെയ്യരുത് നീ മോഹിക്കരുത് ഈ മൊബൈലിലൂടെ കാണുന്ന കാര്യങ്ങൾ ഈ മനസ്സിനോട് നമ്മൾ ചിന്തിക്കുന്ന വിഷയങ്ങൾ എല്ലാം എന്തുവാണ് അത് മോഹമാണ് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല ഈ പൗലോസിനും അത് പൗലോസിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല അത് സാധിച്ചില്ല പറയുകയാണ് ഈ 9 കൽപ്പന എനിക്ക് അനുസരിക്കാൻ പറ്റിയെങ്കിലും ഈ അവസാനത്തെ കൽപ്പന മോഹിക്കരുതെന്ന് പറഞ്ഞ് ഇച്ഛയാതിരുപ്പായാകன்னு சொன்ன அந்த கற்பனை எனக்கு என்ன பண்ண முடியல எனக்கு கீழ்ப்படிய முடியல அப்படின்னு இங்க பவுலோஸ் சொன்னாலும் அப்படியே அடுத்த அதிகாரத்துல வர்றப்ப சொல்றாரு பாருங்க ரோமன் 8ஆம் அத்தியாயம் 2ஆம் வாக்கியம் ரோமன்ஸ் 8 கிறிஸ்து இயேசுவினாலே ஜீவனுடைய ஆவியின் பிரமாணம் என்னை பாவம் மரணம் என்பவைகளின் பிரமாணத்தில் இருந்து விடுதலையாக்கிற்றே. கிறிஸ்து இயேசுவினாலே ஜீவனுடைய ஆவியின் பிரமாணம் பரிசுத்த ஆத்மாவில பிரைஸ் தி லார்ட் இங்கிலீஷ்ல என்ன எழுதுது the law of holy spirit the law of holy spirit ஜீவனுடைய ஆத்மாவிന്റെ பிரமாணம் என்ன பாவம் மரணம் என்பவைகளின் பிரமாணத்தில் இருந்து விடுதலையாக்கிட்டு அப்போ സോദരം അപ്പൊ ഈ മോഹങ്ങളിൽ ഇരുന്ന് അല്ലേ പ്രൈസ് ലോർഡ് ലോകത്തിന്റെ മോഹങ്ങളിൽ ഇരുന്ന് സംഗീതത്തിൽ കേട്ടതുപോലെ കൺമോഹം ജഡമോഹം ജീവനത്തിന്റെ പ്രതാപത്തിൽ ഇരുന്ന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ എനിക്ക് എന്ത് വേണം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടായിരിക്കണം പ്രൈസ് ലോർഡ് ഇപ്പൊ ഈ നമ്മൾ പുറത്ത് കാണിക്കുന്ന ഒരു ജാടയല്ല ബഹളമല്ല സ്വതന്ത്രം കൈയടികളല്ല ദൈവജനമേ അത് ഒരു പാർട്ടാണ് അപ്പോൾ പറയുന്ന പോലെ അത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ഒരു പാർട്ടാണ് yes we will be excited we will get emotion yes but that's not the only identification for the anointing of the Holy Spirit പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച അതൊരു പോർഷനാണ് എന്നാൽ ബാക്കിയുള്ള സ്തോത്രം 6 ദിവസം ഞാൻ എങ്ങനെയാ ജീവിക്കുന്നുള്ളതാണ് ഞാൻ യഥാർത്ഥമായിട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനാൽ നിറയപ്പെട്ടവളാണോ എന്ന് വെളിപ്പെട്ട് വരുന്നത് ബാക്കിയുള്ള ദിവസങ്ങളില ഇതിനകത്തിരിക്കുന്ന ഒരു 3 മണിക്കൂർ സമയമല്ല ദൈവജനമേ ഇതിനകത്ത് നിന്ന് ആളേക്ക് പുറത്തു പോകുമ്പോൾ ഇല്ലെങ്കിൽ ഇവിടെ ആരാധന കളിച്ച് ആഹാരമൊക്കെ കഴിച്ചിട്ട് വളരെ സന്തോഷത്തോടെ റൂമിലേക്ക് കയറുമ്പോൾ എന്റെ ജീവിതം എങ്ങനെയായിരിക്കും അതിലെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഞാനും ജീവന്റെ ആത്മാവിനാൽ ആ പരിശുദ്ധ ആത്മാവിനാൽ നിറയപ്പെട്ടവനാണോ ഇല്ലെങ്കിൽ വെറുതെ ഞാന് ജൽപ്പനം കാണിക്കുകയാണോ എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് നമ്മുടെ പൗലോസ് ആദ്യം എന്ത് ചെയ്തു ഞാൻ അത് പഴയ നിയമകാലത്തിൽ ജീവിച്ച വ്യക്തിയാണ് അല്ലേ ഇവരെല്ലാരും പൗലോസ് പത്രോസ് എല്ലാവരും എന്തുവാണ് 2 ജീവിതത്തിൽ അവർ ജീവിച്ചു ന്യായപ്രമാണ സമയത്തും ഉണ്ടായിരുന്നു
ഈ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, അതായത് പരിശുദ്ധാത്മാവിന്റെ ആ പ്രമാണം, ആ ക്രിസ്തു യേശുവിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് അവർ ജീവിതം അയക്കപ്പെടുമ്പോൾ അത് സ്വന്തം രണ്ട് ജീവിതം അനുഭവിച്ചവരാണ്. പാപം ചെയ്യുമ്പോൾ ആടിനെ കൊണ്ടുപോയി യാഗം കഴിപ്പിച്ചവരാണ് ഇവരെല്ലാം. പരിശുദ്ധാത്മാവിനാൽ അതിനുശേഷം യേശു കർത്താവ് തന്നെ നമുക്ക് യാഗമായി തീർന്നതിന് ശേഷം ആ സ്നേഹത്തെ മനസ്സിലാക്കി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടപ്പോൾ ഇവിടെ പറയുകയാണ് അല്ലേ, വീണ്ടും വായിച്ചാൽ വാക്യം 2-ാം വാക്യം. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ആ ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിനാൽ പരിശുദ്ധ ആത്മാവിനാൽ നമ്മൾ നിറയപ്പെടുമ്പോൾ the law of Holy Spirit അല്ലേ, അങ്ങനെ ഇംഗ്ലീഷ് അങ്ങനെ ഇരിക്കും. വാട്ട്സ് റിട്ടൻ ഇൻ ഇംഗ്ലീഷ്? for the law of the Holy Spirit of life in Christ. Praise the Lord. സ്വന്തം ആ യേശു ക്രിസ്തുവിന്റെ ജീവിതം ഇല്ലേ, പരിശുദ്ധ ആത്മാവിനാൽ നമ്മൾ നിറയപ്പെടുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ജീവിതം നമ്മളിൽ വെളിപ്പെടുകയാണ്. അപ്പൊ ആ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. സംഗീതത്തിൽ കേട്ടതുപോലെ ഒരു സ്ഥിരമായ ഒരു ആത്മാവിനാൽ, ഹല്ലേലൂയ, സ്ഥിരമായ ഒരു ആത്മാവിനാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ജീവിക്കാൻ പറ്റത്തുള്ളൂ. ദൈവജനമേ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും.
நான் ക്രിസ്ത്യാനിയാണ്, ഞാൻ എങ്ങനെ ജീവിക്കുന്നു പറഞ്ഞാൽ ഒറ്റ മറുപടി പറഞ്ഞാൽ മതി. പോയി മത്തായി 5, 6, 7 വായിച്ചിട്ട് അത് പ്രകാരം ജീവിച്ചാൽ മതി. അതാണ് യേശു കർത്താവ് നമുക്ക് കൊടുത്ത സ്റ്റാൻഡേർഡ്. 5, 6, 7. അപ്പോ അത് പ്രകാരം നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ജാക്കബ് തന്നെ പറഞ്ഞു പറ്റുമോ? നമ്മെ കൊണ്ട് പറ്റുമോ? നമ്മെ കൊണ്ട് വ്യക്തിപരം നമ്മെ കൊണ്ട് പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. ഇല്ല ബ്രദർ, 5, 6, 7 വാസിക്കില്ല. മത്തായി 5, 7 ஆளு 5, 6, 7 இல்ல இப்போ வாசிக்க வேண்டாம். அது போய் வாசிச்சு பாருங்க. டீம் டைம் ஃப்ரீயா இருப்போ இந்த 3 அதிகாரம் கண்டிப்பா வாசிக்கணும். அதுலதான் நான் என்னுடைய வாழ்க்கை எப்படி இருக்கணும், ஒரு கிறிஸ்தவன், நான் கிறிஸ்துவனுடைய சீசன். நீங்க பாப்டிஸ்ட் எடுத்துட்டீங்களா பிரதர்? ஓகே, பாப்டிஸ்ட் எடுத்துட்டேன் அப்படின்னா நான் என்னோட வாழ்க்கை எப்படி இருக்கணும் அப்படின்னு இயேசு கிறிஸ்து சொல்ற அந்த கிறிஸ்டியன், the standard of a born again believer அப்படின்னா மேத்யூ 5, 6, 7. ஆனா அது எனக்கு வாழ முடியாது. பர்சனலா நான் மாத்திரம் என்னுடைய முயற்சியில நான் வாழணும்னு நினைச்சேன்னா கண்டிப்பா அது வாழ முடியாது. அது யார் வேணா எனக்கு பரிசுத்த ஆவியானவர் பரிசுத்த ஆவியானவர் வேணும். இல்ல குமார் வாசித்தீங்களா 5, 6, 7 வாசித்தீங்க இல்லையா? பிரைஸ் லார்ட். அப்போ அத வாழ்றதுக்கு உங்களால முடியுமா? என்னால முடியுமா? முடியாது. பரிசுத்த ஆவியானவருடைய உதவி இல்லாம எனக்கு வாழவே முடியாது. 100%. அது எவ்வளவு பெரிய ஆளா இருந்தாலும் ரைட்டு தான். பரிசுத்த ஆவியானவர் உதவி நமக்கு என்ன வேணும்? அந்த அதிகாரத்தை நான் கீழ்ப்படியணும் அப்படின்னா எனக்கு பரிசுத்த ஆவியானவருடைய உதவி இல்லைங்க அபிஷேகம் இல்லாம எனக்கு என்ன பண்ண முடியாது, எனக்கு வாழவே முடியாது. பிரைஸ் தி லார்ட். அப்ப நீங்க உங்க கம்பெனில போய் வேலை பார்க்கணும் அப்படின்னா ஒர்க் பெர்மிட் ரிசீவர் WPR அப்படினா என்ன பண்ணணும்? என்ன ரெக்யர்மென்ட்? அதுக்கு என்ன ரெக்யர்மென்ட் பிரதர்? எக்ஸாம் பாஸ் பண்ணனும். கார்டு வேணும்ல? எக்ஸாம் எழுதி கார்டு கிடைச்சாதான் என்ன பண்ண முடியும்? பர்மிட் எடுக்க முடியும். அப்போ அது எக்ஸாம் படிச்சாதானே நீங்க எழுத முடியும். அப்பதான் கார்டு கிடைக்கும். படிக்காம இருந்தா எக்ஸாம்ல பாஸ் ஆகுமா ஃபெயில் ஆகுமா? ஃபெயில் தான் ஆகும் இல்லையா? படிச்சாதானே என்ன பண்ண முடியும்? பாஸ் பண்ண முடியும் இல்லையா? அது இந்த உலக பிரகாரமா நம்ம புத்தியில தான் நம்ம படிக்க முடியும். படிச்சு நல்லா படிச்சு எழுதி பாஸ் ஆயிடும் இல்லையா? அங்க நமக்கு வேற யாரும் உதவி பண்ண மாட்டாங்க, நீங்களா தான் படிக்கணும். ஆனா இங்க ஒரு கிறிஸ்தவனா வாழ்றதுக்கு என்ன பண்றாரு? ஆண்டவர் ஸ்டாண்டர்ட் கொடுத்திருக்காரு. நம்ம படிச்சா போதும், வாஞ்சிச்சா போதும். ஆனா ஹெல்ப் பண்றதுக்கு யாரு இருக்கா? ஆவியானவர் இருக்கா. பாத்தீங்களா? உலக பிரகாரமான காரியம் வர்றப்ப யாரும் கூட கிடையாது, நம்ம தான் செய்யணும் இல்லையா? ஆனா ஆவிக்குரிய வாழ்க்கையில வரும்பொழுது ஆண்டவர் சும்மா ரொம்ப கஷ்டமான காரியங்கள்லாம் சொல்லிட்டு நீ வாழ்ந்துதான் ஆனும் அப்படின்லாம் சொல்ல மாட்டாங்க. என்ன பண்றாங்க? ஆவியானவர் நமக்கு துணையாக, நான் உங்களை அனாதையாக விட மாட்டேன்னு சொல்றாங்க இல்லையா? நான் போய் உங்களுக்கு ஒரு சகாயரை நான் அனுப்புவேன் அப்படின்னு என்ன பண்ணாரு இயேசு கிறிஸ்து? இங்க இருந்து போயிட்டு என்ன பண்ணாரு? ஒரு சகாயகர் இல்லையா? ஒரு சகாயர், அவர்தான் பரிசுத்த ஆவியானவர். அப்ப அவர் என்ன பண்ணுவாரு? இந்த வாழ்க்கை வாழ்க்கை அவர் ஹெல்ப் பண்ணுவாரு. நான் செய்ய வேண்டியது என்ன தெரியுமா? வாஞ்ச உண்டாயிருக்கணும். அது ஒண்ணுதான் நமக்கு வேணும், வேற ஒண்ணும் வேண்டாம். என்ன பண்ணும்? அதை படிக்கணும், அதை வாசிக்கணும், அதுபடி வாழ்றதுக்கு ஒரு வாஞ்ச உண்டாயிருந்தா போதும். பாக்கி எல்லாம் யார் பார்க்க பிரதர்? பரிசுத்த ஆவியானவர் பார்த்து கொள்வார். இதுக்கு மேல யாராவது செய்யணுமா? இது கூட நமக்கு செய்ய முடியல அப்படின்னா நான் எப்படி எனக்கு பரலோகத்துக்குள்ள போக முடியும்? எனக்கு பரலோகத்துக்குள்ள போக முடியும்? போக முடியாது. அப்படிதானே இல்லையா? ஒரு ஸ்டாண்டர்ட் இருக்கு, அதை நான் ஃபாலோ பண்ணல அப்படின்னா எப்படி எக்ஸாம் படிச்சாதானே பாஸ் ஆக முடியும்? அது போல இந்த உபதேசத்தை என்ன பண்ணணும்? நான் கீழ்ப்படிக்கிறதுக்கு எனக்கு ஒரு வாஞ்சம் இருக்கும்போது பரிசுத்த ஆவியானவர் என்ன பண்ணுவாங்க? என்ன அபிஷேகம் செய்து என்ன வழி நடத்துவாங்க. அந்த ஒரு வாஞ்சியோட நாட்கள் இருந்தா மாத்திரம் என்ன பண்ண முடியும்? நம்ம பரிசுத்தமான ஒரு கிறிஸ்தவ வாழ்க்கை நமக்கு வாழ முடியும். அப்போ நம்ம கேட்டது போல
അപ്പൊ എന്താ നമ്മൾ ഈ 5:6 വായിക്കുന്നത് പോലെ അല്ലേ സ്വതന്ത്രം. അപ്പൊ ആ വചനത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ ജീവിക്കണമെങ്കിൽ എന്ത് വേണം നമുക്ക്? പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ ഒരിക്കലും പറ്റത്തില്ല. ഇറ്റ്സ് ജസ്റ്റ് ഇംപോസിബിൾ. പറ്റത്തേ ഇല്ല. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന് ആ പരിശുദ്ധാത്മ നിറവ് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ആ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു നിറവ് വേണം അല്ലേ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തില് ഇങ്ങനെ സ്ഥിരമായ ആത്മാവില്ലാത്തതിന് കാരണം എന്തുവാണ്? പ്രൈസ് ദി ലോർഡ്. അത് കാരണം എന്തുവാണ്? സ്വതന്ത്രം ഈ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് ഇല്ലാത്തത് കൊണ്ട് ഇല്ല. വിദ്യാ സിസ്റ്റർ ரொம்ப ടെൻഷനാ இருக்கிற மாதிரி இருக்கு சிஸ்டர். പ്രൈസ് ദി ലോർഡ്. സ്വതന്ത്രം ஆண்டவர் சிலரப்ப ரிலாக்ஸ்டா இருக்கு. பிரൈஸ் தி லார்ட். உங்களை ஆண்டவர் கையில கொடுத்து பண்ணுவாரு. வேலையில இருந்து ஏதாவது மெசேஜ் வந்துட்டு இருந்துச்சு அனுப்புவாரு. அவர் பாத்துக்குவாரு. ஏதாவது பிசினஸ் ஏதாவது வந்துட்டு இருந்துச்சுன்னா அதெல்லாம் தள்ளி வச்சிடும். இங்க உட்கார்ந்து பிசினஸ் பண்ணக்கூடாது. பிரைஸ் தி லார்ட். அப்போ என்ன பண்ணணும்? ஆண்டு சொல்லி வர்றப்ப சந்தோஷத்தோட இருக்கணும். ஆண்டோட சத்தம் கேட்கறதுக்கு எப்படி உங்க சத்தம் கேட்கறதுக்கு குமாரப்பர் சந்தோஷமா இருப்பார்ல. வித்தியாசம் பேசுறோம்னு அப்படி கேட்கறதுக்கு இன்னும் ஒரு மாதிரி சிரிக்கிறீங்க. பிரைஸ் தி லார்ட் இல்லையா? சோ அப்ப நம்ம அப்படிதானே நம்ம அது அன்பு இல்லையா? உங்க சத்தம் கேட்கறதுக்கு வித்தியாச சந்தோஷமா இருப்பாங்க. நான் பேசுறதுக்கு பிரியா சந்தோஷமா இருப்பான் நான் விசுவாசிக்கிறேன். தெரியல. அப்போ അതാണ് എന്താണ് ഈ സ്നേഹം എന്ന് പറയുന്നത് അല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പോ ഇവിടെ ആണ്ടോട് സന്നിധിയിൽ വരുമ്പോൾ யாரோட சத்தம் கேட்கணும்? பரிசுத்த ஆவியோட சத்தம் கேட்கணும். அந்த ஒரு வாஞ்சியோட வரும்பொழுது என்ன பண்ணுவாங்க? நமக்கு அதை கேட்க முடியும், அதை நம்ம ஏற்றுக்கொள்ள முடியும், ஹிருதயத்துல அதுக்கு கீழ்ப்படிய முடியும். ஆண்டவர் நம்மளை ஆசீர்வதிப்பாங்க இல்லையா? பிரைஸ் தி லார்ட். சோ அப்போ നമ്മൾ കേട്ടത് പോലെ அப்போ ഈ മലപ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങളെ പരിശുദ്ധാത്മാവിന്റെ സഹായം ചെയ്യാൻ പറ്റത്തില്ല. ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. ഇവിടെ വന്ന് കാണിക്കുന്നതിലൊക്കെ നിങ്ങൾ മറക്കുക. ഇവിടെ നമ്മൾ കാണിക്കുന്ന വിശുദ്ധി എല്ലാം എന്താണ്? അതെല്ലാം ദൈവം അത് കൺസിഡർ ചെയ്തില്ല ഇല്ലേ? ദൈവം ഹലോ കേൾക്കുന്നുണ്ടോ? ഉണ്ടോ അവിടെ എല്ലാരും? പ്രൈസ് ദി ലോർഡ് ഇല്ലേ ജാൻസൺ ബ്രദർ? ഇവിടെ വന്ന് വെള്ളിയാഴ്ച നമ്മൾ കാണിക്കുന്ന ആ വിശുദ്ധി ദൈവത്തിന് ഒന്നില്ല, ഒരു ലിസ്റ്റിലേ വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇനി ഇവിടെ നിന്ന് പോയിട്ടില്ലേ? പ്രൈസ് ദി ലോർഡ്. എല്ലാ ദിവസവും ഇവിടെ നിന്ന് പോയിട്ട് മാത്രം ആഴ്ചയിലെ 7 ദിവസവും എന്റെ ജീവിതം എങ്ങനെയായിരിക്കും? പ്രൈസ് ദി ലോർഡ്. ഇവിടെ വളരെ ശാന്തതയോടെ വളരെ സൗമ്യമാനായിട്ട് അല്ലേ നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നത്. കുമാരഭാഗമാണ് എത്ര സൗമ്യമാണ്. പ്രൈസ് ദി ലോർഡ് இல்ல அது இங்க இல்ல நான் எவ்வளவு ரொம்ப அப்படியே சாந்தனா தான் தெரியுது இல்லையா? பாக்கி நாள் எப்படி இருக்கிறேன் அப்படின்றதான விஷயம். நான் வீட்டுல எப்படி இருக்கிறேன் அப்படின்னு சொல்லி அதான விஷயம் இல்லையா? பிரைஸ் தி லார்ட். அப்போ சிலப்போ எனக்கு அறியதில்ல குமார் நீங்க எப்படி இருக்கீங்க எனக்கு தெரியாது. பாக்கியுள்ள நீங்க சகோதரமார் எப்படி இருக்கீங்க எனக்கு தெரியாது. ஆனா தெரிஞ்ச ஆள் யாரு? தேவன் இருக்கிறார். தெய்வம் நோக்கி கொண்டிருக்காங்க. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ജീവന്റെ ആത്മാവ് പരിശുദ്ധ ആത്മാവ് എന്റെ അകത്ത് പൂർണ്ണ അളവിൽ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് എപ്പോഴാണ് വെളിപ്പെട്ട് വരുന്നത്? ഇവിടെ വന്ന് കാണിക്കുന്ന 3 മണിക്കൂറിനകത്ത് വെളിപ്പെടത്തില്ല. ബാക്കിയുള്ള ദിവസങ്ങളിൽ പ്രൈസ് ദി ലോർഡ് ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും എന്റെ ജീവിതം എങ്ങനെയായിരിക്കുന്നു? 6 മണി നോക്കാതിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്? വിശുദ്ധിയോടാണ് ജീവിക്കുന്നത്. ഇല്ലെങ്കിൽ സ്വതന്ത്രം മറ്റവർ കണ്ടില്ലെന്ന് വെച്ചിട്ട് ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുകയാണെന്ന് പറഞ്ഞ് അതാണ് നമ്മൾക്ക് സ്വതന്ത്രം വെളിപ്പെടുത്തും. എന്തുവാണ്? ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവനാണ്. പരിശുദ്ധാത്മാവ് പറയുമ്പോൾ എന്റെ നാവിനെ ഞാൻ ആദ്യം കൺട്രോൾ ചെയ്യും. It will control my tongue. Praise the Lord. സ്വതന്ത്രം ഇവിടെ മാത്രം കൺട്രോൾ ചെയ്യുന്ന ഒരു ആത്മാവല്ല പരിശുദ്ധ ആത്മാവ്. എല്ലാ ദിവസവും കൺട്രോൾ ചെയ്യുന്ന ആത്മാവാണ് പരിശുദ്ധ ആത്മാവ് ഇല്ലേ? എല്ലാ ദിവസവും എന്നെ വിശുദ്ധിയോട് നടത്തുന്ന ആത്മാവാണ് പരിശുദ്ധ ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഈ ദിവസങ്ങൾ ആ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവനാണോന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യുവാൻ പ്രൈസ് ദി ലോർഡ്. സ്വതം എന്തെങ്കിലും ഈ ദിവസം നമ്മൾ തന്നെ പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കണം. ദൈവജനം പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കണം. സ്വതന്ത്രം വായിച്ചാൽ ജെയിംസ് യാക്കോബ് 3-ാം അധ്യായത്തിന്റെ 7 വായിച്ചേ.
மனுஷன் அவன் உங்களிடத்தில் ஓடி போவான் தேவனிடத்தில் சேருங்கள் அப்பொழுது அவர் உங்களிடத்தில் இல்ல. சேருவார். யாக்கோபு 7:8, ജെയിംസ് 3:7-8. ഭാവനയോ മനുഷ്യർക്കാർക്കും ധരിക്കാവുന്നതല്ല. ആ. അത് അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. ഉം. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. ഉം. ദൈവത്തിന്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ഉം. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. Praise the Lord. സ്തോത്രം. ആ അപ്പോ നമ്മൾ വായിച്ചു കേട്ടപ്പോൾ അപ്പൊ എന്തുകൊണ്ട് നാവിനെ അടക്കുവാൻ മനുഷ്യർക്കാർക്കും കൂടാതെ அது அடங்காத பொல்லாக்குள்ளதும் ആ சாவுக்கு ஏதுவான விஷம் ஆ, நிறைந்ததுமான praise the Lord. யாராலும் என்ன பண்ண முடியாது, அடக்க முடியாது. எவ்வளவுதான் நீங்க பல்லு கடிச்சிட்டு டென்ஷன் அடிச்சு இருந்தாலும் கொஞ்ச நேரத்துக்கு அப்புறம் என்ன ஆயிரும் பிரதர்? கரெக்டா சொல்றா பாரு. பெப்சி பாட்டில ஷேக் பண்ணிட்டு ஓபன் பண்ணா மூடி அப்படியே பறந்து போறது போல என்ன ஆயிரும்? பறந்து போயிடும். பிரைஸ் தி லார்ட். இல்லையா? நம்மளால அடக்க முடியாது. ஆனா பரிசுத்த ஆவியானவர் இருந்தார்னா எனக்கு என்ன பண்ண முடியும்? அதாங்க பவுல் சொன்னார் இல்லையா? ஜீவனுடைய ஆத்மாவினுடைய பிரமாணம் எனக்குள்ள இருந்ததுனால பாவத்திலிருந்து நான் விடுதலை பெற்றுக் கொண்டேன். பாவத்திலிருந்து நான் விடுதலை பெற்றுக் கொண்டேன் இல்லையா? அப்ப அந்த பரிசுத்த ஆவியானவருடைய அபிஷேகம் எனக்கு இருக்கும் பொழுதுதான் மத்த என்ன பண்ண நாம കൺട്രോൾ നാവിനെ എനിക്ക് കടിഞ്ഞാണ്. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന 4 മണിക്കൂർ മാത്രം നാവിനെ കൺട്രോൾ ചെയ്യുന്നതല്ല. ഇല്ലേ രജിസ്റ്റർ? പറഞ്ഞോ ഡ്യൂട്ടി ആണോ നൈറ്റ് ആണോ? നൈറ്റ് ആണോ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോ ഇവിടെ ഇരിക്കുന്ന 3 മണിക്കൂറോ കൺട്രോൾ ചെയ്യുന്ന നാവിനെ കൺട്രോൾ ചെയ്യുന്ന ആത്മാവല്ല പരിശുദ്ധാത്മാവ്. എല്ലാ 24 മണിക്കൂർ 7 ദിവസവും എന്നെ നാവിനെ കൺട്രോൾ ചെയ്യുന്ന ആത്മാവാണ് പരിശുദ്ധ. അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? ഈ ആത്മാവിന്റെ ആ നിറവിൽ ഉണ്ടായിരിക്കുമ്പോൾ. അതാണ് the fullness of the Holy Spirit. ഇംഗ്ലീഷ് അങ്ങനെയാണ് ഇരിക്കുന്നത്. The fullness of the Holy Spirit. Praise the Lord. ഈ പറഞ്ഞതുപോലെ ചിലര് കണുക്കാൾ അവിടെ ഇരിക്കുക. ചിലർക്ക് ഇങ്ങനെ ചെറുതായിട്ട് അവിടെ ടച്ച് ചെയ്ത് മാത്രമേ ഉള്ളൂ. ഈ പാദത്തില് തണ്ണീരെ ലേസാ ടച്ച് ചെയ്ത് മാത്രമേ ഉള്ളൂ ചിലരുടെ അളവ്. ഈ ഡയറി ഫാമിലൊക്കെ പോയാൽ ഈ ഗേറ്റിനകത്ത് ഒരു ട്രേ വെച്ചിരിക്കും. അപ്പൊ പോയിട്ടുണ്ടല്ലേ? ട്രേ വെച്ചിരിക്കും. അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് അത് ഡിസ്ഇൻഫെക്ട് ചെയ്യാൻ വേണ്ടി ഈ ഷൂനകത്ത് ഇരിക്കുന്ന പാട്ടമല്ലേ, അത് അവിടെ പോയിട്ട് ആ ട്രെയിനകത്ത് കയറിയിരിക്കും. അവിടെ വെള്ളമുണ്ട്, മേലെ ഒരു സ്റ്റാൻഡ് പോലെ ഉണ്ട്. അപ്പൊ കറക്റ്റാ ഈ ഷൂ എടുത്ത് വെക്കുമ്പോ ആ ബാട്ടം ഉണ്ടല്ലോ അതെല്ലാം ഡസ്റ്റ് എല്ലാം അത് ഡിസ്ഇൻഫെക്ട് ആക്കി കളയും. പിന്നെ അങ്ങോട്ട് പോകുന്നത് പോലെ അല്ലേ? അപ്പൊ ആ ബാട്ടം മാത്രമേ ടച്ച് ചെയ്യത്തുള്ളൂ, അതിന് മുകളിൽ പറത്തില്ല അല്ലേ? അപ്പൊ അതുപോലെ അനുഭവമുള്ളവരും ഉണ്ട്. അതായത് പരിശുദ്ധാത്മാവിന്റെ അളവെന്ന് പറയുന്നത്. ചിലർ ഈ കണുക്കാലുണ്ട്, ചിലർ മുട്ടുണ്ട്, ചിലർ അറയുണ്ട്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത അളവിലായിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ എങ്ങനെ ജീവിക്കുന്നത് അല്ലേ? പ്രൈസ് ദി ലോർഡ്. വെള്ളിയാഴ്ച മാത്രം നാവിനെ കടിഞ്ഞാൽ ഇടുന്ന ഒരു അനുഭവമുള്ള ദൈവജനമേ, എല്ലാ ദിവസവും പ്രൈസ് ദി ലോർഡ് നാവിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ആത്മാവാണ്. എന്നെ വിശുദ്ധിയോട് വഴി നടത്തുന്ന ഒരു ആത്മാവാണ്. എന്നെ പാപത്തിൽ വീണു പോകാതെ വണ്ണം എന്നെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ആത്മാവാണ് പരിശുദ്ധ ആത്മാവെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ദിവസങ്ങളെ എന്റെ ജീവിതം എല്ലാ ദിവസങ്ങളും എങ്ങനെയായിരിക്കുന്നത് നമ്മളെ തന്നെ ശോധന ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് യേശു കർത്താവ് 2 കാര്യങ്ങൾ വളരെ പ്രാധാന്യപ്പെട്ടത് പറഞ്ഞതാണ്. സ്വന്തം ഈ മലപ്രസംഗത്തിൽ 1 കണ്ണുകൊണ്ട് ചെയ്ത പാവം, 2 നാവ് കൊണ്ട് ചെയ്ത ഇല്ലേ? ഈ 2 പാവമാണ് നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞത്. മോഹിക്കുന്നത്, സ്ത്രീയെ മോഹിക്കുന്നത് കണ്ണുകൊണ്ട് ചെയ്ത പാവമാണ്. ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് നാവ് കൊണ്ട് ചെയ്യുന്ന പാവമാണ്. ഈ 2 പാവമാണ് മലപ്രസംഗത്തിനകത്ത് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന യേശു കർത്താവ്. വേറെ ഒരു പാവത്തിൽ പറഞ്ഞിട്ടില്ല. ഈ 2 പാവമാണ് കണ്ണും നാവും. മോഹിക്കുന്നതും എന്റെ നാവിനെ കടിഞ്ഞാലിടുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ 2 കാര്യം ആര് നമ്മെ സഹായിക്കും? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുകൊണ്ട് ഈ ദിവസങ്ങള് എന്തുമാത്രം ഞാൻ
சோதரம் பரிசுத்த ஆத்மாவினால் நிறையப்பட்டு நம்மளை சோதனை செய்து கொண்டு இது ஒரு ஜீவண்ட ஆத்மாவின் பிரமாணத்தினால் നമ്മളെ നിയന്ത്രിക്കപ്പെടുന്നവരായി തീരുമ്പോൾ പ്രൈസലാൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ ദൈവമേ സഹായിക്കുവാനാണ് ദൈവജനമേ പ്രൈസലാൽ. അപ്പൊ അതുകൊണ്ട് സോദരം നമ്മളെ പൂർണ്ണ ദേവകരങ്ങൾ ഏൽപ്പിക്കാവോ, പൂർണ്ണ ദേവകരങ്ങൾ ഏൽപ്പിക്കാവോ സോദരം. പ്രൈസലാൽ. जेम्स पढ़िए हिंदी में, नासर भाई आप भी पढ़ सकते हैं. जेम्स 3:7 and 8. क्योंकि हर किस्म के चौपाए और परिंदे और कीड़े मकोड़े और दरियाई जानवर तो इंसान के काबू में आ सकते हैं और आए भी हैं, मगर जुबान को कोई आदमी काबू में नहीं कर सकता. वो एक बला है जो कभी रुकती ही नहीं, जहर कातल से भरी हुई है. हाँ देखा ना. तो इसमें हम लोग यही पढ़े, पर जीन का मनुष्य में से कोई बस में नहीं कर सकता है. वह ये ऐसी बला है जय जो कमी रुकती ही नहीं, वह प्राण नाशक इससे भरी हुई है. प्रेज़ द लॉर्ड. सदम तो ये यही लिखा ना, जो कोई मनुष्य को, whether it's me or it's you, you cannot control your tongue. वही लिखा ना. Praise the Lord. No man can tame. Praise the Lord. पर जीव की मनुष्य में से कोई वश में नहीं कर सकता है ना. तो ये जीन जो है, जो टंग है, मेरे को कंट्रोल नहीं कर सकता, मेरे से कंट्रोल नहीं होगा. लेकिन होगा कैसे, किससे होगा? पवित्र आत्मा का बलबंद होने से होगा. वही हम लोग जो पहले पढ़ा था ना, जो रोमन्स में वही पढ़ा था है ना, जीवन का आत्मा का व्यवस्था स्वतंत्र किया. तो जब पॉल ने जीवन का आत्मा का व्यवस्था का फॉलो करने का टाइम, जो द लॉ ऑफ द होली स्पिरिट, जब पवित्र आत्मा का बलबंद उनका ऊपर रहने का टाइम में, उसने क्या हुआ? वो बोलता है मैं पाप से स्वतंत्र हो गया. तब तक वो भी बोल रहा है मैं भी स्वतंत्र नहीं हुआ है ना. जो 10 कमांडमेंट्स में he followed 9 commandments, but the 10th commandment which is do not lust, वो भी गिर गया. लेकिन वो कब जीता उसको? जो पवित्र आत्मा का बलबंद उनका होने के बाद. भाई हम लोग रोमन 8:2 में हम लोग पढ़ रहे हैं. अब आने से पहले हम लोग उसको ये हम लोग ध्यान किया था. प्रेज़ द लॉर्ड. तो जीवन का आत्मा, उसका व्यवस्था उनका जिंदगी में होने के टाइम, मतलब ये पवित्र आत्मा का बलबंद उनका ऊपर होने के टाइम में, ये पूरा पाप से उनको स्वतंत्रता मिल गया, छुटकारा मिल गया. प्रेज़ द लॉर्ड. इसी तरह हम लोग जो इसमें जो पढ़ा है ना, जो कोई भी आदमी को जीन को क्या नहीं कर सकता है, बस में नहीं कर सकता है. यू कैन नॉट कंट्रोल, बट विद द हेल्प ऑफ द होली स्पिरिट यू कैन. विद द हेल्प ऑफ द होली स्पिरिट यू कैन. प्रेज़ द लॉर्ड. ये होली स्पिरिट बोलेगा तो हमको सिर्फ 3 घंटा का मामला नहीं है ना. ओके मैं 3 घंटा इधर आ गया, बहुत एकदम शांति से रह गया, सबके साथ प्यार से बात कर लिया, गला मिला, वो किला, किस किया, वो किया, सब कुछ हो गया. फिर बाद में बाहर जाने के टाइम मेरा आई नो आई एम नॉट कंट्रोलिंग एनीथिंग. आई सी व्हाटएवर आई लाइक, आई स्पीक व्हाटएवर, यू नो, जो भी बोलता हूं तो मैं बोल देता हूं. देन दैट इज नॉट द, देन मैं पवित्र आत्मा का बलबंद में नहीं है ना. प्रेज़ द लॉर्ड. उसका जो फुलनेस नहीं है मेरे पास. पवित्र आत्मा जो है वो सिर्फ 3 घंटा के लिए मेरा जीन को कंट्रोल करने वाला आत्मा नहीं है. वो पूरी 7 दिन 24/7 वो कंट्रोल करता है. 24/7 मैं पाप के गिराने बगैर मेरे को पवित्र जो जीने के लिए वो सहायता करता है. He will help me to live a holy life, not only in the 3 hours when I come on Friday. No, He will help me to live a holy life for the whole 7 days a week. That is the fullness of Holy Spirit.
Praise the Lord. यही है पवित्र आत्मा का बलवंत करके अपना जिंदगी में He is controlling my life or I am controlling my life. Praise the Lord. हालेलुया. आजकल हमको अपने जिंदगी को हमको एग्जामिन करके we have to submit our life. Praise the Lord. परमेश्वर का हाथ में अपना जिंदगी को सौंप के परमेश्वर प्रभु जो वचन को अनुसार करना मेरे से नहीं हो रहा, मेरा जीव को कंट्रोल करना मेरे से नहीं हो रहा है, मेरा आंखें को कंट्रोल करना मेरे से नहीं हो रहा है। कोई अच्छा सुंदर लड़की उधर गया, ये रोड में चला या मोबाइल में देख लिया, आई एम अनएबल टू कंट्रोल माय आईज। पवित्र आत्मा का बलवंत चाहिए, पवित्र आत्मा का मेरे को बलवंत चाहिए। Praise the Lord. I need the power of the Holy Spirit, Lord. I cannot control my tongue. I cannot control my eyes. अगर ये दोनों मैं कंट्रोल नहीं कर पा रहा तो मैं सीधा जाऊंगा किधर? I will go to hell. मैं नहीं बोला, वचन में बोला है। Matthew 5, 6, 7 में आप पढ़ेंगे तो आपको मालूम होगा। It's written in the Bible. That is the standard of a Christian. Standard of a Christian life. Praise the Lord. आज हमारा सामने प्रभु का बोझ है, प्रभु का बोझ है। हालेलुया. मेरा जिंदगी कैसा है, मेरा जिंदगी कैसा है? सिर्फ मैं इधर आने का टाइम आई एम शोइंग माय पवित्रता। When I go back from church, जब मैं कलीसिया से अपना कमरे में चला गया, अपना घर में चला गया, तो मेरा जिंदगी कैसा है? If it is different life, then submit yourself. Then submit yourself. Do not deceive yourself. നിങ്ങളെ തന്നെ വഞ്ചിക്കരുത് ദൈവജനമേ. വഞ്ചിച്ചിട്ട് ആർക്കും ഒരു കാര്യമില്ല. Hallelujah. Praise the Lord. Do not deceive. Do not deceive ourselves. ആ ഒരു പരിശുദ്ധാത്മാവിന്റെ നിറവണമേ എന്റെ ജീവിതത്തിൽ എല്ലാ 7 ദിവസവും പരിശുദ്ധാത്മാവെ അങ്ങ് നിയന്ത്രിക്കണമപ്പ. ഇവിടെ ഇരിക്കുന്ന 3-4 മണിക്കൂർ മാത്രമല്ല ദൈവമേ, എപ്പോഴും പരിശുദ്ധാത്മാവ് എന്റെ ജീവിതത്തെ നിയന്ത്രിക്കണം. എപ്പോഴും ഞാൻ വിശുദ്ധിയോട് ജീവിക്കണം. എപ്പോഴും എന്റെ നാവിനെ കടിഞ്ഞാലിട്ടിരിക്കണം. എപ്പോഴും എന്റെ കണ്ണിനെ കൺട്രോൾ ചെയ്യണം. യോബ് പറഞ്ഞതുപോലെ ഞാൻ എന്റെ കണ്ണിനോട് ഉടൻപടി ചെയ്തിരിക്കുന്നത് പറഞ്ഞതുപോലെ കണ്ണോട് ഉടൻപടി ഉണ്ടായിരിക്കണം. പൂർണ്ണമായ ദൈവകരങ്ങൾ ഏൽപ്പിക്കാവും. താങ്ക് യു.